सीतारामेन्द्राभ्यां नमो नमः। श्री हनुमान स्वामी की जय। ओम അധ്യാത്മരാമായണം എഴുത്തച്ഛൻ എഴുതിയത്. സുന്ദരകാന്ഡം 4 ഭാഗം വായിച്ചു. ഇനി 5ാമത്തെ ഭാഗമായിട്ട് വായിക്കണം. ലങ്കാമർദ്ദനം. ഓം ശ്രീ ഗുരുവായൂരപ്പ. ചെറുതകലയൊരു വിടവിശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസീജിതശ്രമം. പരപുരിയിലൊരു നൃപതികാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചഥ സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയെ. നിജഹൃദയ ചതുരതയുടെ അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോം അവനുത്തമൻ. അതിനു മുഹുരഹമഖില നിശിചര കുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയുമിതു സുദൃഢമിത് ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവുമതി വിമല ശിംശപാവൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. ശിംശപാവൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമദള ഫലസഹിത ഗുൽമവല്ലി തരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ. ജനനിവഹ ഭയ ജനനനാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമൊടഖില ദിശി ദിവിഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നോരു ശബ്ദവും. രജനിചരപുരി ഛടുതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര പരാക്രമൻ. ഭയമൊടതു പൊഴുതു നിശിചരികളുമുണർന്നിതു പാർത്ത നേരം കപിവീരനെ കാണായി. ഇവൻ അമിത ബലസഹിതൻ ഇതി നിനദമൊച്ചയുമെന്തൊരു ജന്തുവിതെന്തിനു വന്നതും. സുമുഖി തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിലയോ ചൊല്ലെടോ. മനസി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും. നിശിതമസി വരുവതിനു കാരണമെന്തു നീയറിഞ്ഞിലയോ ചൊല്ലിവനാരെടോ. രജനിചര കുലരചിതമായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ. ഭയമിവന നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര. അവനിമകൾ അവരൊടിതു ചൊന്ന നേരത്തവരാശുലങ്കേശ്വരനോടു ചൊല്ലിടിനാർ. ഒരു വിപിനചരൻ അമിതബലൻ അചല സന്നിഭനുദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. പൊരുവതിനു കരുതി അവൻ അവഗത ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ. മുസലധരൻ അനിശമതു കാക്കുന്നവരെയോ മുൾപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം. ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയിലവനി വീടുന്നിനിയും പ്രഭോ. ദശവദനനിധി രജനിചരികൾ വചനം കേട്ടു ദന്തശൂകോപമ ക്രോധവിവശനായി. ഇവനിവിടെ നിശി തമസി ഭയമൊഴിയെ വന്നവനേതോ മെളിയവനല്ലെന്നു നിർണയം. നിശിതശരകുലിശമുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ. നിശിചരകുലാധിപാജ്ഞാകരന്മാരതി നിർഭയം ചൊല്ലുന്നതുണ്ടു കണ്ടു. നിശിചരകുലാധിപാജ്ഞാകരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി. ശിഖരികുലമൊടും അവനി മുഴുവനികളും ഹരേ ഇളകും വണ്ണം. ശിഖരികുലമൊടും അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ. സഭയതര ഹൃദയമഥ മോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തേടിനാർ. പിന്നെയും ശിതവിശിഖമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും
മുഹുരുപരി വിരവിനോടുയർന്നോ ചിതശ്രമം മുൽഗരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ. നിയുത നിശിചര നിധന നിശമന ദശാന്തരേ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും അഖില ബലപതിവരരിൽ ഐവരെ ചെല്ലുകെന്നത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനോടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു. തദനു ദശവദനനും ഉദിതക്രുധാ ചൊല്ലിനാൻ തൽബലമത്ഭുതം മൽഭയോത്ഭൂതിതം പരിഭവമൊടമിതബലസഹിതമഭി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. ഇവനെ മമ നികടഭുവി ചടുതി സഹജീവനോടിങ്ങു ബന്ധിച്ചു കൊണ്ടെന്നു വച്ചിടുവാൻ. മഹിതമതിബലസഹിതമെഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ഭൃശം. ദശവദന വചന നിശമന ബലസമന്വിതം ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതരമലറി നിജ കരമതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരടുത്താർ. കവീന്ദ്രനും ഭുവനതലമുലയ മുഹുരലറി മരുവും വിധൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം. അനിലജനും അവരെ വിരവൊടു കൊന്നിടിനാനാശു ലോഹസ്തംഭതാടനത്താലഹോ. അനിലജനും അവരെ വിരവൊടു കൊന്നിടിനാനാശു ലോഹസ്തംഭതാടനത്താലഹോ. നിജ സജീവ നയനരെഴുവരും അമിത സൈന്യവും നിജ സജീവ തനയരെഴുവരും അമിത സൈന്യവും നിർജ്ജര ലോകം ഗമിച്ചതു കേൾക്കയാൽ. മനസ്സി ദശമുഖനുമൊരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനിയൊരുവൻ ഇവനോടു ജയിപ്പതീനില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാനാരെയും. ഇവരൊരുവരെതിരിടുകിൽ അസുരസുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ. അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചിതിങ്ങയ്യോ. സുഹൃതം നശിച്ചിതു മാമകം. ഫലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നോരു താതനോടാദരാൽ വിനയമൊടു തൊഴുതിളയ മകനു മുര ചെയ്തിതു. വീരപുംസാമിതം യോഗ്യമല്ലേതുമേ അലമലമിതറികിൽ അനുചിതം അഖില ഭൂഭൃതാമാത്മഖേദം ധൈര്യശൗര്യതേജോഹരം. അരിവരന നിമിഷമിഹ കൊണ്ടുവരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കവിവരനും അതു കൊഴുതു തോരണമേറിനാൻ കാണായിതക്ഷകുമാരനെ സന്നിധൗ. ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനുമതു നേരം. മുനിവിനോടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുദ്ഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോടു ചെന്നു പുക്കിടിനാൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ. വിബുധകുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി. അമരപതിജിതമമിതബലസഹിതമാത്മജമാത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ. പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം പുക്കതു കേട്ടിലേ. മമ സുതനെ രണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിന്നയച്ചിടുവാൻ. ത്വരിതമഹമതുലബലമൊടു പോയിടുവാൻ തൊൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. ഹനുമൽ ബന്ധനം. ഇതി ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. ത്യജമനസി ജനക തവ ശോകം മഹാമതേ തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതൻ അവനതിനില്ല സംശയം. മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ
ഭയമിവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമഖിലമരവിന്ദോത്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമഥനമഭിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതുമത്ഭുതം അതു കരുതുമളവിലിഹ നാണമാമെത്രയും ഹന്തൂമശോക്യോപി ജ്ഞാനവിളംബിതം കൃതിഭിരപി നികൃതിഭിരപി ഛദ്മനാപി വാ കൃച്ഛ്രേണ ഞാൻ ത്വൽസമീപേ വരുത്തുവൻ സപതി വിപതുപഗതമിഹ പ്രമദാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം സസുഖമിഹ നിവസമയി ജീവതി ത്വം വൃഥാ സന്താപമുണ്ടാക്കരുതു മാം ഇനി ഇതി ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടനിന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവച വിശിഖ ധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ചേതുമാശു ചെന്നിടിനാൻ ഗരുഡനിഭനഥ ഗഗനമുൽപ്പതിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം ബാഹുബല വീര്യവേഗങ്ങൾ കാൺകയാൽ പവനസുത ശിരസി ശരമഞ്ചു കൊണ്ടെയ്തു പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ അധ സപതി ഹൃദി വിശിഖമൊട്ടുകൊണ്ടെയ്തു മാറ്റാറാറു ബാണം പദങ്ങളിലും തഥാ ശിതവിശിഖമധികതരമെന്നു വാൽമേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ തദനു കവികുലതിലകൻ അമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം തുരകയുധരഥവുമഥ ചടിതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘനിനാദനം അപരമൊരു രഥമധിക വിതതമുടനേറി വന്നസ്ത്രശസ്ത്രൗഘവരീഷം തുടങ്ങിനാൻ രുഷിതമതിദശവദന തനയ ശരപാതേന രോമങ്ങൾ നന്നാലു കീറി കവീന്ദ്രനും അതിനുമൊരു കെടുതി അവനില്ലെന്നു കാൺകയാൽ അംഭോജ സംഭവ ബാണമെയ്തിടിനാൻ അനിലജനുമതിനെ ബഹുമതിയൊട ഉടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലെ ദശവദന സുതൻ അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ പവനജനു മനസ്സിയൊരു പീഡയുണ്ടായേല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനദള നേത്രനം രാമൻ തിരുവടി നാനാമൃതം ജപിച്ചിടും ജനം സദാ നളിനദള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായ ജ്ഞാനകർമ്മ കൃതബന്ധനം ക്ഷണൽ സുചിരവിരചിതമഭി വിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം രഘുതിലക ചരണയുഗമകതളിരിൽ വെച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതി കുതുകമൊടു നിശിചരരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം ബലമിയലും അമരരിവു കെട്ടിക്കിടന്നെഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടിതപ്പോഴേ വ്യഥയും അവൻ അകതളിരിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ നിശിചരരെടുത്തു കൊണ്ടാർത്തു പോകും വിധോ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. ഹനുമാൻ രാവണസഭയിൽ അനിലജന നിശിചര കുലാധിപൻ മുമ്പിൽ വച്ചാതിഥേയാധിപാരാധി ചൊല്ലിടിനാൻ അമിത നിശിചര അമിത നിശിചര വരരെ രണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ
ജനക തവ മനസ്സി സജീവന്മാരുമായി നിച്ചമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം. പ്ലവകകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ. നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നുമെങ്ങു നിന്നിത്ര വരുന്നതെന്നുള്ളതും ഉപവനവുമനിശമതു കാക്കുന്നവരെയോ മൂക്കോടു മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനോടു ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോടു വിനയ സഹിതമാദരാൽ പപ്രച്ഛ നീയാരയച്ചു വന്നു കവേ നൃപസദസി കഥയ മമ സത്യം മഹാമതേ. നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖിലം അകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമിസഭ പാർക്കനീ. ആന്ത്രതവചനവും അധർമ്മ കർമ്മങ്ങളുമത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ലെടോ. നിഖില നിശിചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും മനസ്സി രഘുകുലവരനെ മുഹുരപി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. ഹനുമാന്റെ ഹിതോപദേശം. സ്ഫുടവചനം അതിവിശദമിതി ശൃണുജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ. ഭുവനപതി മമ പതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതി ശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തിമുക്തിപ്രദൻ പുരമഥന ഹൃദയമണിനിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജഗകുലരിപുമണിരഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ നിജജനക വചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന്നു പുറപ്പെട്ടു. ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിലേ. തവ മരണമിഹ വരുവതിന്നൊരു കാരണം താമരസോത്ഭവ കൽപ്പിതം കേവലം. തദനു ദശരഥ തനയനും മതംഗാശ്രമേ താവേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപന തനയോടനല സാക്ഷിയായി സഖ്യവും താൽപര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടനർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരിൽ അവനമനമഴകിനൊടു ചെയ്തവനാധിപത്യം കൊടുത്താധി തീർത്തിടിനാൻ. അതിനവനും അവനി തനയാന്വേഷണത്തിനായാശകൾ തോറുമേകൈക 100,000 പ്ലവകകുല പരിവൃഢരെ ലഘുതരമയച്ചതീലേഖനഹമിഹ വന്നു കണ്ടിടിനൻ. വനജവിടപികളെയുടനിഹ തകർത്തതും വാനരവംശപ്രകൃതിശീലം വിഭോ. ഈകളിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതുമെന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയം അകതളിരിലില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി തൊൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. ദശനിയുതശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കനീ. തവ തനയ കരഗളിത വിധി വിശിഖപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം. കമലഭവമുഖ സുരവര പ്രഭാവേന മേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാ. പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേനത്ര ഞാൻ. അതിനുമിതു പൊഴുതിലൊരു കാരണമുണ്ടു കേളദ്യഹിതം തവ വക്തുമുദ്യുക്തനായി. അകതളിരിൽ അറിവു കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം.
അതു ജഗതി കരുതു കരുണാത്മനം ധർമ്മമെന്നാത്മോപദേശമജ്ഞാനിനാം മോക്ഷദം മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവൻ മഗ്നനായേടൊല മോഹമഹംബുധൗ തെജ മനസി ദശവദന രാക്ഷസിം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടുനി അതു ജനന മരണ ഭയനാശിനി നിർണയമന്യമായുള്ളതു സംസാരകാരിണി അമൃതഘന വിമല പരമാത്മബോധോചിതനത്യുത്തമാന്വയോത്ഭൂതനല്ലോ ഭവൻ കളകതവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപദ്വേഷലോഭമോഹാദികൾ കമലഭവസുത തനയ നന്ദനാകയാൽ കർപ്പൂരഭാവം പരിഗ്രഹിയായികനി ധനുജ സുരമനുജ ഖഗ മൃഗ ഭുജഗ ഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടുനി പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങളാത്മാവല്ലറിയടോ അമൃതമയൻ അജൻ അമലൻ അദ്വയനവ്യയനാനന്ദപൂർണനേകൻ പരൻ കേവലൻ നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിഗമവര നിലയൻ അനന്തനാദ്യൻ വിഭു നിത്യൻ നിരാകാരനാത്മാ പരബ്രഹ്മം വിധിഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദ്യനവേദ്യനജ്ഞാനിനാം സകല ജഗതിതമരികമായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡമഖില ജഗതിതമനിത്യമറികനി ജന്മജരാമരണാദി ദുഃഖാന്വിതം അറിവതിനു പണി പരമപുരുഷമറിമായങ്ങളാത്മാനമാത്മനാ കണ്ടു തെളികനി പരമഗതി വരുവതിനു പരമൊരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരതമകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും അകമകലും അളവതി വിശുദ്ധമായാശു തത്വജ്ഞാനവുമുദിക്കും ദൃഢം വിമലതര മനസ്സി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനി ചരവന ദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയും രതി സപതി നിജഹൃതി വിഹായ നിത്യം മുത രാമപദധ്യാനമുള്ളിലുറയ്ക്കയും അറിവു ചെറുതകതളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാലാശു നീ ഭജ ഭവഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമഥന ചരണ സരസിജയുഗളമാശു നീ മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടടോ കുസൃതികളുമിനി മനസ്സി കനിവൊടു തെളിഞ്ഞു ഹരേ കുസൃതികളുമിനി മനസ്സി കനിവൊടു കളഞ്ഞു വൈകുണ്ഠലോകംഗമിപ്പാൻ വഴി നോക്കുനി പരധന കളത്രമോഹേന നിത്യം വൃഥ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊല നളിനദള നയനം അഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സരം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്കു സന്തതം ശരണമിതി ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധിച്ചടുതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതുകിൽ അവനു ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനങ്ങളേതോർക്കെടോ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം അമൃതസമവചനമിതി പവനതനയോദിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനമിരുപതിലുമഥ കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടി മിഴിച്ചു ചൊല്ലിടിനാൻ തിലസദൃശം അവനെ ഇനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ
മമ നികടഭുവി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ? ഭയവും ഒരു വിനയവും ഇവന്നു കാൺമാനില്ല, പാപിയായോരു ദുഷ്ടാത്മാ ഷഠനിവൻ. കഥയ മമ രാമനെന്നാരു ചൊൽ, കാനനവാസി സുഗ്രീവനെന്നാരിടോ? അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനം നിന്നെയും കൊല്ലുവൻ. ദശവദന വചനമിതി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കപീന്ദ്രനും ചൊല്ലിനാൻ, നിനവു തവ മനസ്സി പെരുതെത്രയും നന്നു നിന്നോടെതിരൊരു 100,000 രജനിചര കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചെതിർത്തിയിടിലും. നിയതമിതു മമ ചെറുവിരൽക്കു പോരാ പിന്നെ, നീ എന്തു ചെയ്യുന്നതെന്നോടു കശ്മല? പവനസുത വചനമിതി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിയിടിനാൻ, ഇവിടെ നിശിചരരൊരുവരായുധപാണിയായില്ലയോ? കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. അതു പൊഴുതിലൊരുവൻ അവനോടടുത്തിടിനാൻ, അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ, അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ. ഇവനെ വയം ഇവിടെ വിരവൊടു കൊന്നിടിനാലെങ്ങനെയെങ്ങറിയുന്നിതു രാഘവൻ? അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമതല്ലോ നൃപോചിതം. ഇതി സദസി ദശവദന സഹജ വചനേന എങ്കിൽ അതങ്ങനെ ചെയ്യെന്നു ചൊല്ലിനാൻ. ശ്രീ ഗുരുവായൂരപ്പ സുന്ദരാണ്. ഇനി ലങ്കാദഹനമാണ്, അത് അടുത്തതിൽ പറയാം. ഇപ്പോൾ 5 ഭാഗം കഴിഞ്ഞു, ഇനി 6ാമത്തെ ഭാഗം.